ദുബായിൽ കുറച്ചധികം കാലമായി ബിസിനസ് സംരംഭം നടത്തുന്ന ഏതാണ്ട് 25,000-ഓളം മലയാളികൾക്ക് അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ UAE-യിൽ സഹായിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഗ്രൂപ്പ് CEO ജമാഅത്ത് ഉസ്മാനാണ് നമുക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 9 കൊല്ലമായി അദ്ദേഹം ദുബായിൽ ബിസിനസ് കൺസൾട്ടൻസി നടത്തുകയാണ്. എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പേരിനുണ്ടൊരു പ്രത്യേകത. എമിറേറ്റ്സ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നൊരു പേരാണ്. 25,000 പേർക്ക് ഈ സംരംഭങ്ങൾ തുടങ്ങാൻ അദ്ദേഹം സഹായിച്ചു എന്ന് മാത്രമല്ല, ആ കടലാസ് വർക്കൊക്കെ ചെയ്തു, സംരംഭങ്ങൾ തുടങ്ങി എന്ന് മാത്രമല്ല, ഇനി വരും കാലത്ത് മലയാളികൾക്ക് ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ഏതെങ്കിലും ആ നാട്ടുകാരനായ ഒരു മനുഷ്യൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ, ഒരു അറബിയെങ്കിലും നമ്മളെ പിന്തുണയ്ക്കാൻ വേണമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരുടെയും സഹായമില്ല. 100% നമുക്ക് സ്വന്തം ഓണർഷിപ്പിൽ അവിടെ സ്ഥാപനം തുടങ്ങാം. അപ്പോൾ അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് പറയാൻ ഈ അതിഥി നമ്മളെ സഹായിക്കും. ഹായ് ജമാഅത്ത് ഉസ്മാൻ, താങ്ക് യു വരിക. വെൽക്കം. താങ്ക് യു സോ മച്ച്. ദുബായിൽ വെച്ച് താങ്കളെ കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വളരെ സന്തോഷം. താങ്കൾ അടിപൊളിയാന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ 25,000 സംരംഭകർക്ക് ഈ ജോലിയല്ല ഒരു സംരംഭം തുടങ്ങാൻ, കൺസേൺ തുടങ്ങാൻ സഹായിച്ചു. എന്ത് ടൈപ്പ് ജോലികൾ തുടങ്ങാനാണ് അല്ലെങ്കിൽ പല ടൈപ്പും? പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നത് എന്തെങ്കിലും തരത്തിൽ ട്രേഡിംഗ് ആയിരിക്കും, ഹോസ്പിറ്റൽ ഉണ്ട്, ജ്വല്ലറികൾ ഉണ്ട്, അതേമാതിരി പല രീതിയിലുള്ള ബിസിനസ്സുകളും മലയാളികൾ അവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള 25,000 കമ്പനികളാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഏകദേശം 9 years ആയി 25,000 കമ്പനികൾ നമ്മൾ ഫോം ചെയ്ത് അതിൻ്റെ ഒരു സെലിബ്രേഷനിലാണ് നമ്മളിപ്പോൾ എമിറേറ്റ്സ് ഫസ്റ്റ് ഉള്ളത്. ഇപ്പോൾ നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോടാണ്. എൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാ ഏത് സാഹചര്യത്തിൽ പോലെ ജോലിയെല്ലാം അന്വേഷിച്ചു പോയാണ് അവിടെ? അല്ലല്ല, ഞാൻ മലബാർ ഗോൾഡിലായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട്. മലബാർ ഗോൾഡിലായിരുന്നു. അതെ, മലബാർ ഗോൾഡിലായിരുന്നു. അവിടെ നല്ല ട്രെയിനിങ് ആയിരിക്കുമല്ലോ. അതെ, ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് എനിക്ക് മലബാർ ഗോൾഡ്. കാര്യം കേരളത്തിലെ ഏറ്റവും നല്ല ബിസിനസ് മോഡലുകൾ ഒന്നായി മലബാർ ഗോൾഡ്. അതെ എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നൊന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മോഡൽ, അങ്ങനെ ചില 2-3 മോഡലേ നമുക്ക് കാര്യമായിട്ട് ഉള്ളൂ ഇവിടെ. അപ്പോൾ അടുത്ത കാര്യം, ഇപ്പോൾ ദുബായ് നന്നായിട്ട് ബൂം ചെയ്യുകയാണ് എന്നാണല്ലോ റിപ്പോർട്ട്, ഇപ്പോൾ UAE. അപ്പോൾ അവിടെ ഒരുപാട് ബിസിനസ് സാധ്യതകളും സംരംഭങ്ങളും ഉണ്ട്. നമുക്ക് ഒരാളുടെയും സംരക്ഷണമില്ലാതെ 100% ഓണർഷിപ്പിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അതെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ലോക്കൽ സ്പോൺസർ വേണം. 51% ഒരു സ്പോൺസറും വേണ്ട. നിങ്ങൾക്ക് 100% നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങളുടെ പേരിൽ തുടങ്ങാൻ പറ്റും. അതിന്റെ കണക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് അവിടുത്തെ അതോറിറ്റിക്ക് ഒന്നും കാണിക്കേണ്ടില്ല. അതായത് അവിടെ IT ഇൻകം ടാക്സ് ഇല്ല, നിങ്ങൾക്ക് വാറ്റ് മാത്രമേ ഉള്ളൂ. 5% വാറ്റ്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, അതൊരു 3 million ബ്രാക്കറ്റ് ഉണ്ട്. അത് വരുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്തത്. നോർമൽ SME ഇതിലൊന്നും അത് എഫക്ട് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ കണക്കുകളൊന്നും ആർക്കും കാണിക്കേണ്ട. അതാണ് ഏറ്റവും ഇത്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സത്യസന്ധരായി നടന്നാൽ മതി. അതെ, സത്യസന്ധരായി നടന്നാൽ മതി എന്നുള്ളതാണ്. നടപ്പുള്ള വശമാണോ അത്? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ അങ്ങനെ ആയിട്ട് പറയില്ല, ഇന്ത്യയിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി സക്സസ് ആവാൻ നിങ്ങൾക്ക് ഒരു 3-4 വർഷം വേണമെന്നുണ്ടെങ്കിൽ UAE വന്നാൽ നിങ്ങൾക്ക് അത് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1 വർഷം കൊണ്ട് സക്സസ് ആവാൻ പറ്റും. ഈ ദുബായ് UAE ഒക്കെ ഇങ്ങനെ വാതിൽ മലർക്കെ തുറന്നു ബിസിനസ്സുകാർക്ക് വേണ്ടി. അപ്പോൾ ലോകത്തെ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിച്ചാണല്ലോ ഇങ്ങനെ ഗോൾഡൻ വിസ അങ്ങനെ പല സംരംഭങ്ങളും അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം അവിടുത്തെ അവസ്ഥ എങ്ങനെ മാറി? എങ്ങനെ UAE, അതായത് ഈ സംരംഭകരൊക്കെ ഒരുപാട് വരുന്നുണ്ടോ? അതായത് UAE-യിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. അതായത് എന്തിനും ഈസിയാണ്. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബോഡി ഉണ്ട്, അതിൽ നിങ്ങൾ പോയി അനൗൺസ് ചെയ്യാൻ പുതിയൊരു ഇന്നോവേഷൻ ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ റോബോട്ടിക്സ് ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അത്. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ UAE ഗവൺമെൻറ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഈവൻ ഫ്രീ ആയിട്ട് ട്രേഡ് ലൈസൻസ് കൊടുക്കുന്ന ഓപ്ഷൻസ് വരെ ഉണ്ട് അവിടെ. അപ്പം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫ്രീ 5 പൈസ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് ഓപ്പൺ ആക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബിസിനസ് ഈസി ആയിട്ട് സക്സസ് ആവാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് കണക്കിന് ചോദിച്ചാൽ, ഒരു അടങ്കൽ കണക്കിന് ചോദിച്ചാൽ ഒരു എത്ര ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ UAE-യിൽ ഇപ്പോൾ ഒരു തൽക്കാലം ഒരു ബിസിനസ് തുടങ്ങാം? ഇപ്പം ഞാനൊക്കെ എല്ലാവരും അഡ്വൈസ് ചെയ്യുക, ചില ആൾക്കാർ പറയും വലിയ ഓഫീസ്, ഇത് കോടീശ്വരന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല. ഏത് മലയാളികൾ സംശയിക്കാൻ സാധ്യതയുണ്ട്. മലയാളികളോട് പറയുകയാണെങ്കിൽ 1,20,000 റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ അവർക്കിപ്പം ഓഫീസൊന്നും ഇല്ലാണ്ട് അവരുടെ പേരിൽ സ്വന്തം പേരിൽ ട്രേഡ് ലൈസൻസ്. അത്രയും ചെറിയ എമൗണ്ട് കൊണ്ടും അവിടെ. അതെ, അവിടെ ജോലി അന്വേഷിച്ച് നടക്കുന്ന പല ആൾക്കും വേണ്ടി ഇത് ഉപകരിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാം, യൂറോപ്പിലേക്കും US-ലേക്കൊക്കെ ഈ വിസ കാത്തു നിന്ന് അവിടെ പോയി ജോലി കിട്ടി സക്സസ് ആവുന്നതിൻ്റെ 1/3 സമയം മതി UAE-യിൽ വരാൻ. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വിസിറ്റ് വിസ കിട്ടും. ഒരൊറ്റ ദിവസം കൊണ്ട് ട്രേഡ് ലൈസൻസ് എടുക്കാൻ പറ്റും. 3-ാമത്തെ ദിവസം, അതെ, ഒരൊറ്റ ദിവസമാണ് നമ്മളുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് ട്രേഡ് ലൈസൻസിൻ്റെ. 3-ാമത്തെ ദിവസം അവർക്ക് വിസ അടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുടെ ഒരു നഗരത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ US-ലേക്കും യൂറോപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ആ സ്ഥാപനത്തിന്റെ വരാന്തയിലൂടെ നടന്നപ്പോഴേ ഞാൻ ആദ്യം നോക്കിയത് എമിറേറ്റ്സ് ഫസ്റ്റ്.
അതറിയപ്പാ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ആ പേര്, ഇങ്ങനൊരു പേര് എങ്ങനെ സമ്പാദിച്ചെടുത്തു? എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ UAE റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ എമിറേറ്റ്സ് എന്നുള്ള പേര് അത് കിട്ടി. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പല ആൾക്കാരെ നമ്മൾ സഹായിക്കാനുണ്ടായതുകൊണ്ട് ഗവൺമെന്റ് അതായത് അന്ന് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന, അതായത് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സമ്മാനിച്ചതാണ് എനിക്ക് ആ പേര്. ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ അവിടെയുണ്ട്, UAE ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദുബായിലും കുറേ ബോർഡുകൾ ഞാൻ വായിച്ചു. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പുതുതായിട്ട് അവിടെ വന്നിറങ്ങുന്ന ഒരാൾ അവിടുത്തെ പരിസരമൊക്കെ കാണും, പല നില കെട്ടിടങ്ങളും അമ്പരചുംബികളായ ആകാശത്തോടെ ഉരുമി നിൽക്കുന്ന കെട്ടിടങ്ങളെ കാണുന്ന ആളുകൾ ആ പാടെ ഒരു അമ്പരപ്പാണ്. ആ അമ്പരപ്പിൻ്റെ നടുവിൽ നിൽക്കുമ്പം ഈ നല്ലവരോ കള്ളനോ ദുഷ്ടനോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിന്റെ അതായത് ലെങ്ത് ഓഫ് ബിസിനസ് തന്നെയാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായി നമ്മളിപ്പോൾ 9th ഇയർ ആണ്, 9ാമത്തെ കൊല്ലമാണ്. പിന്നെ നമ്മളെ സക്സസ് സ്റ്റോറീസ് ഒരുപാട് വലിയ വലിയ കമ്പനികളെ സൃഷ്ടിച്ച് അവരുടെ വിസ വർക്കുകൾ ഇപ്പം 2000-2500 സ്റ്റാഫുകളുള്ള കമ്പനികളുടെ വർക്ക് വരെ, അതായത് വിസ വർക്കുകളുടെ അവരുടെ ഗോൾഡൻ വിസ സർവീസസുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും, പിന്നെ ഒരുപാട് കാലമായിട്ട് UAE കുറിച്ച് അറിയാവുന്ന ഒരാൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുള്ള ഒരു എക്സ്പീരിയൻസും ആണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടുംബമൊക്കെ ഇവിടെ ധർമ്മപത്നി ദുബായ് തന്നെ ഉണ്ട്. അവരെല്ലാം 4 കുട്ടികളാണ്. ഞാൻ വിചാരിച്ചു താങ്കളുടെ ചിരിയും കളിയും ഉണ്ടപ്പോൾ അവർ നാട്ടിലാണെന്ന് വിചാരിച്ചു. അല്ലല്ല അവിടെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും കാണും. ശരി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഒരുപാട് ആൾക്കാരെ സഹായിക്കാം. അതെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഞാനൊരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അത് ഇപ്പോൾ താങ്കളെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഗോവയിലെ ആ കുട്ടിയുടെ നമ്മുടെ കമ്പനി ഒരുപാട് CSR ആക്ടിവിറ്റി ചെയ്തു. അതിന്റെ ഭാഗത്ത് 1 ലക്ഷം റുപ്പീസ് ഞാൻ ഇതിന്റെ ഒരു സമ്മാനമായിട്ട് ചികിത്സക്കായിട്ട് കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കും. താങ്ക് യു. ഞാൻ വന്ന കാരണം താങ്കൾക്ക് 1 ലക്ഷം രൂപ പണിച്ചുണ്ടായില്ലേ? ഓക്കെ, നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതായത് വിജേഷ് സുബി ദമ്പതികളുടെ മകൻ അലനാണ് ചികിത്സ വേണ്ടത്. വിവരങ്ങൾ അങ്ങേ അറിയിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു. ഇത് മറക്കത്തില്ല. താങ്ക് യു സോ മച്ച്. ഫ്ലോറിൽ വന്നിട്ട് ഒരാൾ 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞേക്കുന്നു. ഓക്കെ, താങ്ക് യു. ബായ്. ഇതാ വഴി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം, അപ്പോൾ അത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിലും UAE കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ബിസിനസ് സംരംഭം തുടങ്ങണമെങ്കിൽ തന്നെ ഇവരെ പോലുള്ളവർ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമാഅത്ത് ഉസ്മാന് എല്ലാവിധ ആശംസകളും.